കേരളത്തിന്റെ പച്ചപ്പും സംസ്കാരവും ആഹാരക്രമവും എന്തിനേറെ നമ്മുടെ കാലാവസ്ഥ പോലും നെൽപ്പാടങ്ങളുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ് അല്ലേ. എന്നാൽ എന്താണ് നിലവിലെ സംസ്ഥാനത്തിന്റെ നെൽകൃഷിയുടെ അവസ്ഥ? ഈയടുത്തായി കേന്ദ്ര ധനകാര്യ ചെലവ് മന്ത്രി നെല്ല് സംഭരണത്തിനായി നൽകുന്ന അധിക താങ്ങുവില നിർത്തലാക്കണമെന്ന് കേരളത്തോട് ആവശ്യപ്പെട്ടത് എന്തിനാണ്? പറയാം. ഒരു ഭാഗത്ത് വർഷാവർഷം 10% കുറയുന്ന നെല്ലുൽപാദനം, മറ്റൊരു ഭാഗത്ത് താങ്ങുവില 5 രൂപയെങ്കിലും പിന്നെയും കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്ന നെൽകർഷകർ. ഇതിനിടയിൽ വർഷം ആവശ്യമുള്ളതിന്റെ 13% പോലും നെല്ലുൽപാദിപ്പിക്കാനാവാതെ സംസ്ഥാനം ഞെരുങ്ങുമ്പോഴാണ് ഇരുട്ടടി പോലെ കേന്ദ്രത്തിൽ നിന്നൊരു കത്ത്. രാജ്യത്ത് ആവശ്യത്തിലധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഉത്പാദനം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരളം നെല്ല് സംഭരണത്തിനായി നൽകുന്ന അധിക താങ്ങുവില നിർത്തലാക്കണം. ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം. രാജ്യത്ത് നെല്ല് സംഭരിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങൾ മുതൽ നെല്ല് കൃഷി ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരെ ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തോട് നെല്ലുൽപാദനം കുറയ്ക്കാൻ മോദി സർക്കാർ ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ മൊത്തം നെല്ലുൽപാദനത്തിന്റെ 1% പോലും പങ്കുവഹിക്കാത്ത കേരളത്തോട് എന്തിനാണ് കേന്ദ്രം ഈ കടുങ്കൈ ചെയ്യുന്നത്? ഉത്പാദനം കുറയ്ക്കാനുള്ള മോദി സർക്കാരിന്റെ ന്യായീകരണങ്ങൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ പ്രായോഗികമാണ്. നിലവിൽ യൂണിയൻ സർക്കാർ നിശ്ചയിച്ച താങ്ങുവില ക്വിന്റലിന് 2389 രൂപയാണ്. അതായത് കിലോയ്ക്ക് വെറും 23 രൂപ 89 പൈസ. എന്നാൽ കേരളത്തിലെ ഉയർന്ന ഉത്പാദന ചെലവ് പരിഗണിച്ച് സംസ്ഥാന സർക്കാർ കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് നെല്ല് സംഭരിക്കുന്നത്. ഇങ്ങനെ കൂടുതലായി കിലോയ്ക്ക് നൽകുന്ന 6 രൂപ 31 പൈസ നിർത്തലാക്കാനാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. രാജ്യത്ത് ഏതാണ്ട് 168 ലക്ഷം ടണ്ണോളം അരി അധികമായി വർഷാവർഷം ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഇത്രയും അധികം അരി സംഭരിക്കാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് FCIയുടെ ഗോഡൌണുകളിൽ സ്ഥലമില്ല. ഇതുകൊണ്ട് കേരളം നെല്ലുൽപാദനം കുറയ്ക്കണമെന്നാണ് കത്തിലെ ആദ്യത്തെ ആവശ്യം. എന്നാൽ ഈ വാദങ്ങൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ നിലനിൽക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. നാമമാത്രമായ നെല്ല് സംഭരണമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ എന്നത് തന്നെയാണ് കാരണം. കണക്കുകൾ പ്രകാരം രാജ്യത്തെ മൊത്തം നെല്ല് സംഭരണത്തിന്റെ 0.38% മാത്രമേ കേരളത്തിലുള്ളൂ. ഇതിൽ കുറവുണ്ടായാൽ തന്നെ രാജ്യത്തെ മൊത്തം സംഭരണ സംവിധാനത്തിൽ അത് വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല. ഇതുകൂടാതെ സംഭരണ ചുമതല സംസ്ഥാനങ്ങൾക്ക് കൈമാറിയതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ചെറിയ ഭാഗം നെല്ല് പോലും FCI ഗോഡൌണുകളിൽ പോകുന്നില്ലെന്നും കേരള സർക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഗോഡൌണുകളിൽ സ്ഥലമില്ലാത്തതിന് ഉത്തരവാദിത്തം കേരളത്തിനല്ല. ഇനി നെൽകൃഷിക്ക് പകരം ദേശീയ താൽപര്യങ്ങളെ പരിഗണിച്ച് മില്ലറ്റോ പയറുവർഗ്ഗങ്ങളോ എണ്ണവിത്തുകളോ കൃഷി ചെയ്യാനാണ് കത്തിലെ മറ്റൊരു നിർദ്ദേശം. എന്നാൽ ഈ പറഞ്ഞതൊക്കെയും വരണ്ടതോ മിതമായ ഈർപ്പമുള്ളതോ ആയ മണ്ണിലാണ് കൃഷി ചെയ്യുക. എന്നാൽ നെൽകൃഷിയോ അതിന് ചെളിനിലമാണ് ആവശ്യം, അഥവാ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭൂമി. അപ്പോൾ ഇത്തരം നെൽപ്പാടങ്ങളിൽ എങ്ങനെയാണ് മില്ലറ്റ് പോലുള്ള ധാന്യങ്ങൾ കൃഷി ചെയ്യുക? അതിന് കത്തിലുത്തരമില്ല. കേരളത്തിന്റെ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നെൽപ്പാടങ്ങൾ. കേരളത്തിലെ ഭൂരിഭാഗം നെൽവയലുകളും താഴ്ന്ന പ്രദേശങ്ങളാണ്. മഴക്കാലത്ത് ഈ വയലുകൾ ഒരു വലിയ സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നു. നദികളിലേക്ക് നേരിട്ട് ഒഴുകി പോകേണ്ട വെള്ളം കൂടുതലായി വയലുകളിൽ തങ്ങി നിൽക്കുന്നത് കാരണം വെള്ളപ്പൊക്കം ഒഴിവാക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യും. വെള്ളപ്പൊക്കത്തെ തടയാനും ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും നെൽപ്പാടങ്ങൾ സഹായിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ പറയുന്നുമുണ്ട്. ഇതിനാൽ ഭൂഗർഭജലത്തിന് നെൽപ്പാടങ്ങൾ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന കത്തിലെ പരാമർശവും കേരളത്തിൽ അടിസ്ഥാനമില്ലാത്തതാണ്. സാധാരണയായി കിണറോ കുഴൽക്കിണറോ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴാണ് ഭൂഗർഭജലത്തെ ബാധിക്കുക. എന്നാൽ കേരളത്തിലെ ഭൂരിഭാഗം നെൽകർഷകരും ഡാമിലെയോ കനാലുകളിലെയോ വെള്ളമാണ് കൃഷിക്കായി ആശ്രയിക്കുന്നത്. നെൽകൃഷിക്കായി രാസവളങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഘടനയും ഗുണവും നശിപ്പിക്കുമെന്നാണ് ധനകാര്യ ചെലവ് സെക്രട്ടറി പറയുന്നത്. പക്ഷേ അത് കേരളത്തിന് ബാധകമാണോ? അല്ല എന്നാണ് ഉത്തരം. അതെന്താ? കേരളം രാസവളം ഉപയോഗിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ കുറവാണ്. രാജ്യത്ത് തന്നെ യൂറിയ പോലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിൽ 20ാം സ്ഥാനത്താണ് കേരളം. 2025 രാജ്യത്തെ രാസവള ഉപയോഗത്തെ പറ്റി ആന്ധ്രാപ്രദേശ് MP പരിമാൽ നത്വാനി രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചതാണിത്. ഉത്തരത്തിൽ പറയുന്നത് പ്രകാരം മറ്റ് രാസവളങ്ങളുടെ ഉപയോഗത്തിലും കേരളം ആദ്യ 10 സ്ഥാനങ്ങളിൽ പോലുമില്ല. അതായത് കൃഷിയിടങ്ങളിലെ രാസവള ഉപയോഗത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ പിന്നിലാണ് എന്നർത്ഥം. ചുരുക്കത്തിൽ താങ്ങുവില കുറയ്ക്കാനായി ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് മോദി സർക്കാർ. ഇതിന്റെ തന്നെ മറ്റൊരു വശം പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നുണ്ട്. സാധാരണയായി കേരളത്തിൽ മുണ്ടകൻ, പുഞ്ച, വിരിപ്പ് എന്നിങ്ങനെ 3 നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഇത് 3ഉം കൃഷി ചെയ്യുന്നതോ വ്യത്യസ്ത സീസണുകളിലായാണ്. ഒരു വർഷം ഇടതടവില്ലാതെ ഈ 3 ഇനങ്ങളും കൃഷി ചെയ്യുന്നതാണ് മണ്ണിന്റെ ഘടനയെ ദോഷമായി ബാധിക്കുന്നത്.
എന്നാൽ 2024 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ മൊത്തം നെൽപ്പാടങ്ങളിൽ 13% താഴെ മാത്രമേ ഒരു വർഷം ഒന്നിൽ കൂടുതൽ സീസണുകളിൽ കൃഷി നടക്കാറുള്ളൂ. ഇതുകൊണ്ട് മണ്ണ് നശിക്കുമെന്ന വാദത്തിനും കേരളത്തിൽ കഴമ്പില്ല. ഇത്തരമൊരു ശുപാർശ മുന്നോട്ട് വയ്ക്കുമ്പോൾ കേന്ദ്രം കാണാതെ പോകുന്ന മറ്റൊരു വശം നെൽകർഷകരുടെ ദൈനംദിന ജീവിതമാണ്. താരതമ്യേന രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ദിവസക്കൂലിയുള്ള സംസ്ഥാനമാണ് കേരളം. വളങ്ങൾക്കുൾപ്പെടെ ചെലവും കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ നിലവിലെ 30 രൂപ എന്ന താങ്ങുവില 35-ഓ 40-ഓ ആയി ഉയർത്തണമെന്നാണ് കർഷകർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നത്. ഇതിനിടയിലാണ് നിലവിലെ താങ്ങുവിലയും കുറയ്ക്കണമെന്ന നിർദ്ദേശം. ഞങ്ങൾക്കിത് ഇരുട്ടടിയാണ്, ഇനിയും വില കുറച്ചാൽ ജീവിതം ബോധ്യമുട്ടും എന്നാണ് കുട്ടനാട്ടിലെ ഒരു കർഷകൻ OBCയോട് പറഞ്ഞത്. കർഷകർ പറയുന്നതനുസരിച്ച് സംസ്ഥാനത്ത് 2 വർഷത്തിനിടയ്ക്ക് ചില വളങ്ങളുടെ വില ഇരട്ടിയോളം കൂടിയിട്ടുണ്ട്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന്റെ കത്തിന് പിന്നിലെ ഉദ്ദേശം? കത്ത് പുറത്തു വന്നതിന് പിന്നാലെ കേരളം കേന്ദ്രത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. അടുത്തിടെ നടന്ന ഇന്ത്യ-US വ്യാപാര കരാറിന്റെ ഭാഗമായാണോ ഈ ശുപാർശ എന്നാണ് കത്തിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ഫെബ്രുവരി ആദ്യ ആഴ്ച വിവിധ വ്യാപാര കരാറുകളുടെ ഭാഗമായി ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾക്ക് ഇത് ബാധകമല്ലെന്നും കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അതല്ല കാരണം. അന്താരാഷ്ട്ര വിപണിയിലെ കൃത്രിമ വില വ്യത്യാസം തടയാൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കർഷകർക്ക് നൽകാവുന്ന ധനസഹായത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം രാജ്യത്തെ മൊത്തം ഉൽപാദനത്തിന്റെ 10% താഴെ കർഷകർക്ക് സഹായമായി നൽകാൻ പാടുള്ളൂ. എന്നാൽ വർഷങ്ങളായി ഈ ശുപാർശ പാലിക്കാത്തതിന്റെ പേരിൽ WTO ഇന്ത്യക്ക് മേൽ വിമർശനങ്ങളുണ്ട്. ഇതും നിലവിൽ താങ്ങുവില നിർത്താൻ ആവശ്യപ്പെട്ടുള്ള കത്തിന് ഒരു കാരണമാണ്. എന്നാൽ കേരളം മാത്രം കുറച്ചാൽ മതിയോ കേന്ദ്ര സർക്കാർ എന്ന് ചോദിക്കേണ്ടി വരും. കേന്ദ്ര കൃഷി മന്ത്രാലയം പുറത്തുവിട്ട മൺസൂൺ വിളകളുടെ വില നയത്തെ പറ്റിയുള്ള റിപ്പോർട്ട് നോക്കൂ. CSEB റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന ഈ പഠനത്തിൽ രാജ്യത്ത് നെല്ലുൽപാദനം കൂടുന്നുണ്ടെന്നും അതിനാൽ സംസ്ഥാനങ്ങൾ നൽകുന്ന അധിക താങ്ങുവില നിർത്തലാക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിൽ കേരളമല്ലാതെ ഛത്തീസ്ഗഡ്, തെലങ്കാന, ഒഡീഷ സംസ്ഥാനങ്ങളിലെയും അധിക താങ്ങുവിലയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. രാജ്യത്തെ മൊത്തം നെല്ലുൽപാദനത്തിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഈ 3 സംസ്ഥാനങ്ങളുമുണ്ട്. എന്നാൽ ഈ സംസ്ഥാനങ്ങളിലേക്കൊന്നും കേന്ദ്രം ഇത്തരത്തിൽ കത്തയച്ചതായി റിപ്പോർട്ടുകളില്ല. കേരളത്തിന് മാത്രം എന്തിന് ഇത്തരത്തിലൊരു കത്ത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം 1300ഓളം കോടി രൂപ നിലവിൽ താങ്ങുവില ഇനത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകാനുണ്ട്. ഇത്രയും തുക കുടിശ്ശികയുള്ളപ്പോഴും കേന്ദ്രത്തിന്റെ അധിക താങ്ങുവില കുറയ്ക്കണമെന്ന നിർദ്ദേശം കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതിയോ ഭക്ഷ്യ സംസ്കാരമോ പരിഗണിക്കാതെയാണെന്ന വിമർശനം ശക്തമാണ്. ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ലാഭം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ താങ്ങുവില പോലും വെട്ടിക്കുറയ്ക്കുന്നത് കർഷകരെ ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തുന്നതിന് തുല്യമാവും.